അതായത് ഒരു ക്ലയന്റ് ഓൺബോർഡ് ആകുമ്പോൾ അവർക്ക് കുറച്ച് റിക്വയർമെന്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അതായത് 1000 ലീഡ്സ് വേണം, ഈ ഒരു മാസം കൊണ്ട് ഇത്ര ലീഡ്സ് ഒക്കെ വേണമെന്നില്ല. ഒരു പെർഫോമൻസ് മാർക്കറ്റിംഗ് ഏജൻസി എന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഒന്ന് പ്രോമിസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ശരിക്കും ഒരു ഫിക്സ്ഡ് നമ്പേഴ്സിനെ കമ്മിറ്റ് ചെയ്യുന്നതിന് പകരം ഞാൻ സജസ്റ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ബിസിനസ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അവരുടെ ബിസിനസ് ഗോൾസ് എന്താണെന്ന് മനസ്സിലാക്കുക, അവരുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്താണെന്ന് മനസ്സിലാക്കുക, പിന്നെ അവരുടെ ലീഡ് റിക്വയർമെന്റ്സ് എന്താണെന്ന് മനസ്സിലാക്കുക. പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എസെൻഷ്യലി ഒരു എഡ്യൂക്കേറ്റഡ് ഗസ് ആണ്. നമ്മൾ പ്രീവിയസ്ലി യൂസ് ചെയ്ത ഡാറ്റ ആൻഡ് എക്സ്പീരിയൻസ് അതുപയോഗിച്ച് ഒരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കുന്നു. ബട്ട് എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് ഓൾ അബൌട്ട് ടെസ്റ്റിംഗ് ആൻഡ് ഒപ്റ്റിമൈസിങ്. കാരണം ഓഡിയൻസ് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുക, ഒരു ക്യാമ്പയിൻ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് ഡിഫറെൻറ്റ് അപ്രോച്ചസ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും, റിസൾട്ട് അനലൈസ് ചെയ്യേണ്ടി വരും, സ്ട്രാറ്റജീസ് റീഡിഫൈൻ ചെയ്യേണ്ടി വരും. അപ്പോൾ പെർഫോമൻസ് മാർക്കറ്റിങ്ങിനെ ഒരു കൗണ്ട്ലെസ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ ബ്രാൻഡ് അവയർനെസ്സും അങ്ങനെ ടാർഗറ്റ് ഓഡിയൻസ് അങ്ങനെ പല രീതിയിലുള്ള ഫാക്ടേഴ്സ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു കോംപ്ലക്സ് പസിലാണ്. ഇതിനെ നമ്മൾ എങ്ങനെ റൈറ്റ് ആയിട്ട് ഇതിൻ്റെ കോമ്പിനേഷൻ കണ്ടുപിടിക്കുന്നുള്ളിടത്താണ് പെർഫോമൻസ് മാർക്കറ്റിങ്ങിൻ്റെ സക്സസ്.